ദിലീപ്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വളരെ വളരെ നിയന്ത്രണത്തോടെയാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ വാർത്തകൾ പുറത്തുവിടുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അമേരിക്കയിലും അത്ര ആശാവഹമല്ല സ്ഥിതിഗതികൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ യുദ്ധത്തെ അങ്ങനെ പൂർണ്ണമായി അമേരിക്കൻ ജനത പിന്തുണയ്ക്കുന്നില്ല. ഡെമോക്രാറ്റുകൾ തന്നെ ഇന്നലത്തെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അതിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് 3 സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 5ഓളം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്, ഇനിയും സൈനികരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അതിൽ അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വേണ്ടത്ര കൂടിയാലോചനകളൊന്നുമില്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയെന്ന അഭിപ്രായം ഡെമോക്രാറ്റുകൾക്കുണ്ട്. അതേസമയം ഈ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ റോയിട്ടേഴ്സിൻ്റെ ഒരു സർവേ പ്രകാരം, അവരുടെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം 55% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ മാത്രമാണ് ഈ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം നിലയുറപ്പിക്കുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. മാത്രമല്ല അമേരിക്കയിലെ ഭൂരിപക്ഷം പേരും ഈ യുദ്ധത്തിനെ എതിർക്കുന്നു എന്നാണ് റോയിട്ടേഴ്സിൻ്റെ അവരുടെ ഒരു അഭിപ്രായ സർവേയുടെ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായ സർവേ പറയുന്നത്. ഏതായാലും മധ്യപൂർവേഷ്യയിൽ സ്ഥിതിഗതികൾ അശാന്തമാണ്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ ആശങ്കയുടെ കാര്യമൊന്നും ഇപ്പോഴേതായാലും ഇല്ല. പക്ഷേ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചില കാഴ്ചകൾ, ചില അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇറാൻ്റെ മിസൈൽ വർഷത്തെ തുടർന്ന് ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് മിസൈൽ നേരിട്ട് വന്ന് പതിച്ച് പരിക്കേൽക്കുന്നതല്ല, പകരം ഈ മിസൈൽ വേധ സംവിധാനം ഈ രാജ്യങ്ങളിലൊക്കെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മിസൈലുകളെ പേട്രിയറ്റ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ അത് തകർക്കുന്നതിന്, അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുന്നതിന് അവർക്ക് കഴിയുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചാണ് പലർക്കും ഈ പരിക്കേൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഖത്തറൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അതിനെ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയിട്ട് പിന്നീട് അത് കടലിലേക്ക് തള്ളുക എന്ന ഒരു അത്തരമൊരു നിലപാടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലും ഈ കാര്യത്തിൽ ഇത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ 6 രാജ്യങ്ങളടങ്ങിയ GCC രാജ്യങ്ങൾ അവർ സസൂക്ഷ്മം ഈ കാര്യങ്ങൾ വിലയിരുത്തി വരികയുമാണ്. ഇറാൻ ഇങ്ങനെ അയൽ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് UAE അടക്കം പരസ്യമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഒമാൻ തുറമുഖത്ത് നടത്തിയ ആക്രമണത്തെ ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ശക്തിയായി അപലപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന ഈ സ്ഥിതിഗതികളൊക്കെ വളരെ സസൂക്ഷ്മം തന്നെയാണ് GCC രാജ്യങ്ങൾ അവർ നോക്കുന്നത്. അവർക്കത് നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയൊരു ആശങ്കയുടെ അടിസ്ഥാനം ഏതായാലും നമ്മുടെ ഈ പ്രവാസി മലയാളികൾക്ക് ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് വലിയൊരു വിഭാഗം ജനങ്ങൾ, പ്രവാസികൾ ഈ രാജ്യങ്ങളിലൊക്കെയാണുള്ളത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണുള്ളത്. അതുകൊണ്ട് അവർക്കേതായാലും ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ആശങ്കയുടെ ഒന്നും കാര്യമില്ല. ഇറാൻ അവർ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രതികരണം തന്നെ വന്നിരിക്കുന്നത് ഞങ്ങൾ അയൽക്കാരെ ആക്രമിക്കുകയല്ല, അവിടെയുള്ള സൈനിക താവളങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതുമായി ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, ലെബനനിലെ ഹിസ്ബുല്ല കൂടി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. അവർ ഇറാൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഹിസ്ബുല്ലയെ സഹായിക്കുന്നത് ഇറാനാണ്, അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ് എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ്. അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് ഇറാനാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഹിസ്ബുല്ല തന്നെ വളരെ ദുർബലമായി വരുന്ന ഒരു കാലം കൂടിയായിരുന്നു. അവരുടെ പ്രവർത്തകരൊക്കെ തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ. അങ്ങനെ ഒരു ദുർബലമായി വന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറാനെതിരായി ഇസ്രായേലും അമേരിക്കയും ഒരു ആക്രമണം നടത്തുന്നത്. അതിനെ തുടർന്നാണ് ഹിസ്ബുല്ല ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവരുമായി ഈ ലെബനീസ് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്ക് അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ, മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.